ഏവർക്കും സ്വാഗതം, വെൽക്കം, വണക്കം. ക്രിസ്ത്യാനികൾ, വിശ്വാസികളായ ക്രിസ്ത്യാനികൾ ദൈവരാജ്യത്തെ ബലാത്സംഗം ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഇതാണ് നമ്മുടെ അന്വേഷണ വിഷയം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളിൽ അനേകം പേരെ ഞെട്ടിക്കുവാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. ക്രിസ്ത്യൻ വിശ്വാസികൾ ദൈവരാജ്യത്തെ ബലാത്സംഗം ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഈ വിഷയത്തിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് സാധാരണ ആരും തന്നെ പരാമർശിക്കാത്ത, അല്ലെങ്കിൽ എല്ലാവരും മനഃപൂർവ്വം പൂഴ്ത്തിവെച്ചിരിക്കുന്ന, യേശു വളരെ ശ്രദ്ധ അർഹിക്കുന്ന വിധത്തിൽ പ്രസ്താവിച്ചിട്ടുള്ള സത്യങ്ങളെ കൂടെ ജനങ്ങളുടെ ശ്രദ്ധയിൽ, വിശ്വാസികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എൻ്റെ കടമയാണ് എന്ന ഒരു തിരിച്ചറിവിലാണ് ഞാൻ ഈ യൂട്യൂബ് സംഗമം, ഈ യൂട്യൂബ് കൂട്ടായ്മ ആരംഭിച്ചത് തന്നെ എന്ന് ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പഠിപ്പീരുകളെ കേന്ദ്രീകരിച്ച ചില ചിന്തകൾ നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ നിർബന്ധിതനായിത്തീരുന്നത്. ഇതിന് ആസ്പദമായത് യേശു പറഞ്ഞത് തന്നെയാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടതിന്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം നിങ്ങളൊന്ന് വായിച്ചാൽ മതി. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത്, യോഹന്നാൻ സ്നാപകന്റെ കാലം തൊട്ട് ഇന്നുവരെയും മനുഷ്യർ ദൈവരാജ്യത്തെ ബലാത്സംഗത്തിന് ഇരയാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇത് യേശു പറഞ്ഞതാണ്, യേശുവിൻ്റെ വാക്കുകളാണ്, യാതൊരു സംശയമില്ലത് എൻ്റെ വാക്കുകളല്ല. അങ്ങനെ ചിന്തിക്കാനുള്ള ത്രാണി എനിക്കില്ല. അങ്ങനെ പറയണമെങ്കിൽ അങ്ങനെ പറയാൻ അധികാരമുള്ളവർ മാത്രമേ അത് പറയാൻ സാധിക്കൂ. ദൈവരാജ്യം എന്താണെന്നും മനുഷ്യരെപ്രകാരമാണ് അതിനെ മനസ്സിലാക്കുന്നതെന്നും ഉപയോഗിക്കുന്നതെന്നും ദുരുപയോഗിക്കുന്നതുമെന്ന് വ്യക്തമായി അറിയുന്നൊരു വ്യക്തിക്ക് മാത്രമേ ആധികാരികമായ പ്രകാരം ഒരു അഭിപ്രായം പ്രകടിപ്പിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ആരും തന്നെ ഈ കൂട്ടായ്മയിലില്ല. അതിൻ്റെ ഒരു ആശ്വാസമാണ്. അപ്പോൾ ദൈവരാജ്യം ബലാത്സംഗത്തിന് ഇരയായിക്കൊണ്ടേയിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം വിശ്വാസികൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളായ വിശ്വാസികൾ തിരിച്ചറിയണം. അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. ഇനിയും അങ്ങനെ തന്നെയാണോ എന്ന് നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ രണ്ടാശയത്തിൽ നമുക്ക് വ്യക്തത വേണം. ദൈവരാജ്യം എന്നാൽ എന്താണ്? ബലാത്സംഗം എന്നാൽ എന്താണ്? ഇത് രണ്ടും അറിയാതെ ആരാണ് ഈ ബലാത്സംഗം ചെയ്യുന്നത് ബലാത്സംഗം തന്നെയാണോ എന്ന് നമുക്ക് തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. അപ്പോൾ വിശ്വാസികൾക്ക് മാത്രമേ ദൈവരാജ്യത്തെ ബലാത്സംഗം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്ന് യേശുവിൻ്റെ വാക്കുകളെ ആസ്പദമാക്കി ഞാൻ അഭിപ്രായപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ദൈവരാജ്യം മനുഷ്യൻ ഈ ഭൂമിയുടെ പരപ്പിൽ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന രാജ്യങ്ങളെക്കാൾ വ്യത്യസ്തമാണ്. അത് ഭൗതികമായ ഒരു യാഥാർത്ഥ്യമല്ല, അത് ആത്മീകമായ ഒരു അവസ്ഥയും അനുഭൂതിയുമാണ്. യേശു പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ്, ദൈവരാജ്യം നിങ്ങളുടെ മധ്യത്തിലാണ്. ക്രിസ്ത്യാനികളുടെ ഉള്ളിലും ക്രിസ്ത്യാനികളുടെ മധ്യത്തിലും മാത്രം വസിക്കുന്ന ഈ ദൈവരാജ്യം എന്ന് പറയുന്ന ഈ വലിയ വലിയ അത്ഭുതത്തെ വിശ്വാസികളല്ലാത്ത ആളുകൾക്ക് ഒരു വിധത്തിലും ബലാത്സംഗം ചെയ്യുവാൻ സാധ്യമല്ല. കാരണം അങ്ങനെ ഒരു യാഥാർത്ഥ്യമുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കാത്ത ഒന്നിനെ എങ്ങനെയാണ് ബലാത്സംഗം ചെയ്യുന്നത്? ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നു. പുരുഷന്മാർ മാത്രമാണ് ബലാത്സംഗം ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കരുത്. പുരുഷന്മാരെ ബലാത്സംഗം ചെയ്യുന്ന സ്ത്രീകളുമുണ്ട്. അവർ താരതമ്യേന കുറവാണ്, എന്നാൽ അത് നടക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യം. പക്ഷെ നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് നമുക്ക് വിട്ടുകളയാം. ഒരു പുരുഷൻ സ്ത്രീയെ ബലാത്സംഗം ചെയ്യണമെങ്കിൽ ആ സ്ത്രീ ഒരു യാഥാർത്ഥ്യമാണ് എന്ന് അവന് ഉത്തമ ബോധ്യമുണ്ടാകണം. ഞാനവിടെ കാണുന്ന ഒരു രൂപം അത് സ്ത്രീയാണോ അതോ വല്ല പുകയുമാണോ വല്ല മരീചികയാണോ എന്ന്
സംശയിച്ച് അവിടെ നിൽക്കുന്ന ഒരു പുരുഷൻ ഒരിക്കലും അവളെ ബലാത്സംഗം ചെയ്യുകയില്ല. അവിടെ നിൽക്കുന്നത് സ്ത്രീയാണെന്നും അതിനെപ്പറ്റി എനിക്ക് യാതൊരു സംശയമില്ല എന്നും മാത്രമല്ല അവളെ ആക്രമിച്ചാൽ എനിക്ക് എൻ്റെ തടിക്ക് കാര്യമായ കേട് വരത്തില്ല എന്നുമുള്ള അവസ്ഥയിൽ മാത്രമേ പുരുഷൻ ഈ വലിയ വീരശൂര പരാക്രമത്തിൽ ഇറങ്ങിത്തിരിക്കുകയുള്ളൂ നമുക്കറിയാം. അപ്പോൾ ബലാത്സംഗം ചെയ്യുന്ന പുരുഷൻ ഒരു വിശ്വാസിയാണ്. അവരെന്താണ് വിശ്വസിക്കുന്നത്? അവിടെ നിൽക്കുന്നത് സ്ത്രീയാണ്. 2, അവളെ എൻ്റെ ഇംഗിതത്തിനനുസരിച്ച് ആക്രമിച്ച് കീഴ്പ്പെടുത്തി ദുരുപയോഗം ചെയ്താൽ അതിന് ചോദിക്കാനും പറയാനും ഒന്നും ആളില്ല. ഞാൻ മിടുക്കനായി, എനിക്ക് എൻ്റെ കാര്യം സാധിച്ച് കടന്നു പോകാം. ഇത് രണ്ടും അവൻ്റെ വിശ്വാസ പ്രമാണമാണ്. പിന്നെ ഒരു വിശ്വാസ പ്രമാണമുള്ളത് പുരുഷനായാൽ സ്ത്രീയോട് അത് വിധം കാണിക്കാം. ചോരയും നീരുമുള്ള യുവാക്കന്മാർ അങ്ങനെയൊക്കെ ചെയ്യും എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഈ നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് പെൺകുട്ടികൾ സൂക്ഷിച്ചു നിന്നാൽ അവർക്ക് കൊള്ളാം. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇലയ്ക്കാണ് കേട്. അതുകൊണ്ട് ഇല ശ്രദ്ധിക്കണം, മുള്ളു ശ്രദ്ധിക്കേണ്ട. മുള്ളിങ്ങനെ മുള്ളി നടന്നാൽ മതി എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അനവധിയാണ്. അവർക്ക് നമോഭാഗം എന്നല്ല ഞാൻ എന്താ പറയാം. അപ്പോൾ ബലാത്സംഗം ചെയ്യുന്നവനൊരു വിശ്വാസിയാണ്. അവനൊരു വിശ്വാസ പ്രമാണമുണ്ട്. ആ വിശ്വാസ പ്രമാണം അനുസരിച്ച് മാത്രമേ അവന് ബലാത്സംഗം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഇത് വ്യക്തമാണ് എന്ന് ഞാൻ കരുതുകയാണ്. രണ്ടാമതായി, എന്താണ് ഈ ബലാത്സംഗം? ഇപ്പം നാം ഇതുവരെ കണ്ടത് ദൈവരാജ്യം എന്ന ഈ ഒരു വിശ്വാസം, ഈ ഒരു സങ്കല്പം ക്രിസ്ത്യൻ വിശ്വാസികളുടെ ഇടയിൽ മാത്രം സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് അതിനെ ദുരുപയോഗം ചെയ്യുവാൻ, അതിനോട് അനീതി കാണിക്കുവാൻ, അതിനോട് മര്യാദയില്ലാതെ നീതിബോധമില്ലാതെ പ്രവർത്തിക്കുവാൻ, ദുരുപയോഗം ചെയ്യുവാൻ സാധ്യത ഉള്ളത് ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് മാത്രമാണ്. അക്രൈസ്തവരായ ആളുകളോ നിരീശ്വരവാദി ആളുകളോ യുക്തിവാദികളോ ദൈവരാജ്യത്തിന് ഒരു അപകടവും ചെയ്യുന്നില്ല, ചെയ്യാൻ സാധ്യവുമല്ല. ഇത് നാം വ്യക്തമായി ധരിച്ച്. കാരണം എന്താണ്? നമ്മുടെ ഇടയിൽ ചില ആളുകളുണ്ട് അപ്പോളജറ്റിക്സ് എന്ന് പറഞ്ഞ് നടക്കുക. അപ്പോളജറ്റിക്സ് കേട്ടാൽ വാ നിറയും വാരും നിറയും. അവർക്ക് എന്തെങ്കിലും ഒരു കടുകുമണിയുടെ ബോധമുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ സാധ്യതയില്ല എന്ന് വരെ മനസ്സിലാക്കിയായിട്ട് ആ തെളിവ് ഞാൻ കാണുന്നില്ല. ദൈവരാജ്യം ബലാത്സംഗം ചെയ്യുന്ന ആളുകൾ നമ്മുടെ ഇടയിലാണ്. മുസ്ലിങ്ങളുമല്ല, യുക്തിവാദികളുമല്ല, നിരീശ്വരവാദികളുമല്ല, നമ്മൾ തന്നെയാണ് ഈ വലിയ പാതകം ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാൻ മേത്ത മണ്ടന്മാരാണ് ഈ അപ്പോളോജറ്റിക്സും കൊണ്ട് നടക്കുന്നത്. അങ്ങനെ അപ്പോളജറ്റിക്സ് കൊണ്ട് നടക്കുന്നവരെ പറ്റി നമുക്ക് വലിയ ബഹുമാനമാണ്. ഞാനോ നിങ്ങളോട് പറയുന്നവർ ശുദ്ധ മണ്ടന്മാരാണ്. അല്പം പോലും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്. മറ്റുള്ളവരെ കുപ്പിയിലിറക്കുന്ന സ്വന്തം സഹോദരങ്ങളായ ക്രിസ്ത്യാനികളെ കുപ്പിയിലിറക്കാനായിട്ട് ഇറങ്ങിയവരാണ്. അവരെ ഇംപ്രസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല മാർഗം മറ്റുള്ളവരെ ആക്രമിക്കുക, അല്ലെങ്കിൽ വാഗൊണ്ട് നല്ല കല്ല് വെച്ച് ഏറ് കൊടുക്കുക, അതുകൊണ്ട് നിങ്ങളുടെ സാമർഥ്യം തെളിയിക്കുക. ഇവർ ഒരു വിധത്തിലും അവിശ്വാസികളായ ആളുകൾ അല്ലെങ്കിൽ നിരീശ്വരവാദ യുക്തിവാദികളെ കണ്ടാൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. ഈ അപ്പോളജറ്റിക്സ് കൊണ്ട് നടക്കുന്നവരെ നിങ്ങൾ ദയവായി വിശ്വസിക്കരുതെന്ന് ഞാൻ അവരുടെ മധ്യത്തിൽ പ്രവർത്തിച്ചൊരു വ്യക്തി എന്നതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ലോകത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്തൊരു കൂട്ടരാണ് ഈ അപ്പോളജറ്റിക്സുകാർ. ഞാൻ പറയേണ്ടത് പറഞ്ഞു, വെളിപ്പെടുത്തി അത് സ്വീകരിക്കുകയോ പ്രയോജനപ്പെടുത്തുകയോ ചെയ്യുക നിങ്ങളുടെ ധർമ്മമാണ്. ഞാനത് വിട്ടുതരും. അപ്പോൾ ഇത് വ്യക്തമാണ്. ഇനി ബലാത്സംഗം ചെയ്യാന്ന് പറഞ്ഞ അർത്ഥമില്ല. ഒരു പുരുഷൻ സ്ത്രീയെ ബലാത്സംഗം ചെയ്യാന്ന് പറഞ്ഞാൽ അവളുടെ വ്യക്തിത്വത്തിൻ്റെ ആധികാരികത, അതിൻ്റെ മാഹാത്മ്യം, അതിനെപ്പറ്റിയുള്ള അവൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ഒരു മർമ്മം, അവളെ നിക്ഷേപിച്ചിരിക്കുന്ന സാധ്യതകൾ, അവളുടെ അഖണ്ഡത, അവളുടെ വൈകാരികമായ അവസ്ഥ, അവളുടെ ആത്മാഭിമാനം, സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു വലിയ മർമ്മത്തെപ്പറ്റി യാതൊരു ബോധവുമില്ലാതെ എൻ്റെ ഉള്ളിൽ ഒരു കെമിക്കൽ ലബോറട്ടറി ഇതാ കത്തി എരിയുന്നു, അത് ഒന്ന് ശമിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ സൗകര്യത്തിന് അവളെ ഉപയോഗിക്കും, എൻ്റെ താല്പര്യം മാത്രം ഉപയോഗിച്ച് അവളെ ഞാൻ വളച്ചൊടിച്ച് ചവിട്ടി മെതിച്ച് ഇല്ലാതെയാക്കും എന്ന ഒരവസ്ഥയുടെ പേരാണ് ഈ ബലാത്സംഗം എന്ന വാക്ക്
അത് വളരെ വളരെ അർത്ഥപൂരിതമാണ്. ഈ സാഹചര്യത്തിൽ വളരെ പ്രസക്തമാണ്. മനുഷ്യർ ദൈവത്തോട് നടത്തുന്ന ഇടപെടലുകൾ, ദൈവത്തോട് സ്ഥാപിക്കുന്ന ബന്ധങ്ങൾ ഒരു 99% ബലാത്സംഗത്തിൻ്റെ ബന്ധമാണ് എന്ന് യേശു മുന്നമേ വിളിച്ചറിയിക്കുകയാണ്. അതെന്താണ്? നമ്മൾ ആരും തന്നെ, നമുക്കെല്ലാവരും ദൈവത്തോട് വലിയ ബന്ധമാണ്. നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയാണ്. ദൈവം എവിടെയാണെന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോൾ ദൈവം ഇരിക്കുന്ന പള്ളികളിൽ നമ്മൾ പോയിരുന്ന് ദൈവത്തെ കണ്ടങ്ങ് ഉള്ള സന്തോഷം കൊണ്ട് നിറഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം പാറയ്ക്കും മുറൻ അടിക്കുകയാണ്. നമ്മൾ ആരും തന്നെ ദൈവത്തെ ദൈവമായി അറിഞ്ഞ് ദൈവത്തിൻ്റെ അഖണ്ഡതയിൽ ദൈവത്തോട് ബന്ധം പുലർത്തുവാൻ താല്പര്യമുള്ളവരല്ല. നാം ദൈവത്തെ അന്വേഷിക്കുന്നത് ബലാത്സംഗം ചെയ്യാൻ താല്പര്യമുള്ളൊരു പുരുഷൻ ഒരു സ്ത്രീ അന്വേഷിക്കുന്നത് പോലെ തന്നെയാണ് എന്നാണ് യേശു പറയുന്നത്, ഞാൻ പറയുന്നതല്ല. ഇനിയും അതിൻ്റെ ഒരു ഉദാഹരണം നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉദാഹരണം പറയുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇന്നിപ്പോൾ ജൂൺ മാസം 16-ാം തീയതിയാണ്. ഇപ്പോൾ ഇസ്രയേൽ ഇറാൻ യുദ്ധം കൊടുമ്പിരി കൊണ്ട് നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു ചെയ്യുന്നത് വലിയ മണ്ടത്തരമാണ് എന്ന ആശയത്തിൽ ഞാനൊരു വീഡിയോ ഇട്ടതിനോട് വളരെ അമർഷമായി പ്രതികരിച്ച് പല വിധത്തിൽ പ്രതികരിച്ചിട്ട് അതിലൊരു വ്യക്തി ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താണ്? ഈ ഭൂമിയിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിങ്ങളെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അതുകൊണ്ട് എനിക്ക് ശാപം കിട്ടും എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അദ്ദേഹം ആരാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പോയി നോക്കിയാൽ കാണാൻ കഴിയും. നെതന്യാഹു ഇസ് ഇൻസെയിൻലി റോങ് എന്ന ആ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നാം ഇങ്ങനെയാണ് വേദപുസ്തകത്തെയും ദൈവരാജ്യത്തെയും ഒക്കെ ദുരുപയോഗം ചെയ്യുന്നത്. നമ്മുടെ താല്പര്യം, നമുക്ക് എവിടെയൊക്കെ ചായ്വുണ്ടോ അവിടെയൊക്കെ ദൈവം ചായ്ഞ്ഞോണം, ചരിഞ്ഞോണം, കുനിഞ്ഞോണം. ഇത് യഹൂദൻ്റെ ഒരു ഭ്രാന്തായിരുന്നു. യഹൂദൻ്റെ കാഴ്ചപ്പാടിൽ അവൻ്റെ ഇംഗിതത്തിന് ഒതുങ്ങുന്ന ഒരു ഒലക്കയെ മാത്രമേ ദൈവമായി അവൻ സ്വീകരിച്ചിട്ടുള്ളൂ. നിങ്ങൾ വേദപുസ്തകം അല്പം ശ്രദ്ധിച്ചൊന്ന് വായിച്ചു നോക്കൂ. യഹൂദൻ യുദ്ധം ചെയ്ത് നടന്ന കാലത്ത് ദൈവത്തെ പറ്റിയുള്ള അവൻ്റെ സങ്കല്പം എന്തായിരുന്നു? ദൈവം ഒരു യോദ്ധാവായിരുന്നു, ഞങ്ങളെക്കാൾ 10,000 മടങ്ങ് ശേഷിയുള്ള ഒരു യോദ്ധാവായിരുന്നു. ദൈവത്തിൻ്റെ ജോലി എന്താണ്? ഞങ്ങളുടെ ശത്രുക്കളെയൊക്കെ ഒന്ന് സംഹരിച്ച് നൽകുക. ഞങ്ങൾ താല്പര്യപ്പെടുന്നത് നീതിയാണോ അനീതിയാണോ, ഞങ്ങളങ്ങനെ ചെയ്യേണ്ടതാണോ ചെയ്യരുതാത്തതാണോ, ധാർമ്മികമായ ഞങ്ങളുടെ നിലപാട് എന്താണ്, അല്ല എന്തായിക്കൂടാ, ഇതൊന്നും ചോദിക്കരുത്. ഞങ്ങൾക്ക് താല്പര്യമുള്ളയിടത്ത് ഞങ്ങളെ കൊണ്ടാക്കി വെക്കണം. അതിന് വിഘടിച്ച് നിൽക്കുന്ന, വിലങ്ങുതറിയാൻ നിൽക്കുന്ന എല്ലാവരെയും സംഹരിച്ച് ഇല്ലാതാക്കണം. അത് ദൈവം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നും കൂടെ പറഞ്ഞു കളയാം. ഇപ്പൊ കനാന്യ നാട്ടിൽ തിരിച്ചു വന്നപ്പോൾ അവിടെ വസിച്ചിരുന്ന ആളുകളെ ആബാലവൃദ്ധം, സ്ത്രീകളും കുട്ടികളും എല്ലാവരെയും ഒരു വ്യക്തി പോലും അവശേഷിക്കാതെ ഇല്ലാതാക്കണമെന്ന് ദൈവം ഞങ്ങളോട് പറഞ്ഞു എന്നാണ് യഹൂദൻ പറയുന്നത്. ഇന്നും ആ ഒരു മർക്കട മുഷ്ടിയിൽ നിന്ന്, എന്താണ് മനഃശാസ്ത്രത്തിൻ്റെ കാളരാത്രിയിൽ നിന്ന് ഒരു പടി പോലും മുമ്പോട്ട് പോകുവാൻ യഹൂദന് കഴിയുന്നില്ല. എനിക്ക് യഹൂദന്മാരോട് ഒരു വിധത്തിലുള്ള വ്യക്തിപരമായ വിരോധവുമില്ല. എന്ന് മാത്രമല്ല, ഞാൻ മറ്റെല്ലാവരെക്കാളും അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് വ്യക്തിപരമായ ഒരു വികാരം കൊണ്ടല്ല ഞാൻ ഈ കാര്യം പറയുന്നത്. ഞാൻ ചിന്തിക്കുകയാണ്. ചിന്തിക്കുമ്പോൾ വികാരം അല്പം മാറ്റിവെക്കണം. ഈ പക്ഷാഭേദം മാറ്റിവെക്കുന്നവന് മാത്രമേ സത്യസന്ധമായി ചിന്തിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ദയവായി മനസ്സിലാക്കുക. യഹൂദന്റെ ദൈവസങ്കല്പങ്ങൾ പഴയ നിയമത്തിൽ കണ്ട് ഞാൻ അത്ഭുതം ഞെട്ടി വിറച്ചിട്ടുണ്ട്. അത്രമാത്രം പൈശാചികമാണ്. അതും പൊത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പോഴത്തെ ക്രിസ്ത്യാനി. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഞാൻ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം ഞാൻ ഇങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കുകയാണ്. എന്താണ്? എന്നെ അനുഗ്രഹിക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും, എന്നെ ശപിക്കുന്നവനെ ദൈവം ശപിക്കും. അപ്പം ഞാൻ അവിടെ എൻ്റെ അയൽവാസിയെ പിടിച്ച് മുഖത്തൊരു പോട് വെച്ചു കൊടുത്തു. അപ്പം അവൻ എന്നെ ശപിച്ചു. അവിടെ ദൈവം അവനെ ശപിക്കുമോ? നിങ്ങൾ എന്തായി പറയുന്നത്?
അല്ലെങ്കിൽ ഞാൻ അപമര്യാദയായിട്ട് ഒരാളോട് പെരുമാറി, അപ്പോൾ എനിക്ക് തിരിച്ച് എൻ്റെ മോന്തയ്ക്ക് അടിക്കാൻ വയ്യാത്തത് കൊണ്ട് അവനോ അവളോ മനസ്സുകൊണ്ട് ശപിച്ചു. അവരെ ദൈവം ശപിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്. ദൈവത്തെ പറ്റിയുള്ള നിങ്ങളുടെ സങ്കല്പം എന്താണ്? ഇങ്ങനെയുള്ള കാഴ്ചപ്പാടിൽ നിന്ന് ദയവായി ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാഴ്ചപ്പാടിൽ നിന്ന് യഹൂദിനെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ കർത്താവായ യേശുക്രിസ്തു വളരെയധികം ശ്രമിച്ചു, പരാജയപ്പെട്ടു. കാരണം മനുഷ്യരുടെ ഉള്ളിൽ ചില സങ്കല്പങ്ങൾ ഇടം പിടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് അവരെ വിടുവിക്കുക വളരെ പ്രയാസമാണ്. യേശു പറഞ്ഞ ഞാൻ അടിമകളെ വിടുവിക്കാനായി വന്നു. അത് രാഷ്ട്രീയമായ അടിമത്തമല്ല, നമുക്കറിയാം. എന്താണ്? ഇങ്ങനെയുള്ള വളരെ വികൃതമായ സങ്കല്പങ്ങളുടെ അടിമകളായിട്ടാണ് എല്ലാവരും സ്ഥിതി ചെയ്യുന്നത്. അതിൽ നിന്ന് മനുഷ്യരെ വിടുവിച്ചാൽ മാത്രമേ അവരെ സത്യത്തിലേക്ക്, മനുഷ്യത്വത്തിൻ്റെ സാമാന്യമായ ആ ഒരു മാന്യതയിലേക്കും വഴിനടത്താൻ സാധ്യമാകുകയുള്ളൂ. ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ലോകത്തിൽ വന്നത്, എൻ്റെ ദൗത്യം നിർവഹിക്കുന്നത്. എന്നാൽ അതെത്രയോ ദുഷ്കരമാണ് എന്ന് യേശു അനുദിനം കൂടുതൽ വ്യക്തമായി തിരിച്ചറിയുകയാണ്. അപ്പോൾ മനുഷ്യർ അവിടെ ഉള്ളിൽ വെച്ച് പുലർത്തുന്ന, അവരെ അടിമകളാക്കി ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന സങ്കല്പങ്ങളുടെ അടിമത്വത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിച്ച് സത്യത്തിന്റെ വിശാലതയിലേക്ക് അവനെ വഴി നടത്തുന്നതിനാണ് യേശു വന്നത്. അതിൻ്റെ പേരാണ് വിടുതലെന്ന് ക്രിസ്ത്യാനി ഇന്നും മനസ്സിലാക്കുന്നില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മളിപ്പോഴും ആ പഴയ നിയമത്തിലെ സന്ദർഭം അനുസരിച്ച് പഴയ നിയമത്തിലെ കാര്യങ്ങൾ ഇങ്ങനെ എടുത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പഴയ നിയമത്തിലെ കുറുവടിയും കൊണ്ട് നിൽക്കുകയാണ് ഇപ്പോഴത്തെ ക്രിസ്ത്യൻ വിശ്വാസി. അപ്പോൾ യഹൂദൻ സമീപത്തുള്ള എല്ലാവരെയും ആക്രമിച്ച യഹൂദൻ്റെ കൂടെ നിൽക്കുന്ന ദൈവമാണോ? ഞാൻ പലസ്തീനികളെയോ ഇറാനികളോ ന്യായീകരിക്കുകയല്ല. ഇവരെല്ലാവരും കണക്കാണ്. ഞാനിത് മുമ്പ് പറഞ്ഞതുപോലെ അരവും ചേരുമ്പോൾ കിന്നരമാണ്. ഇപ്പോൾ യഹൂദന്മാർ പലസ്തീനികളെ നശിപ്പിച്ചില്ലെങ്കിൽ പലസ്തീനികൾ യഹൂദന്മാരെ നശിപ്പിക്കും. എനിക്കതിനകത്ത് യാതൊരു സംശയവുമില്ല. രണ്ടു കൂട്ടരും ഭ്രാന്തന്മാരാണ്. ഇവർ രണ്ടു കൂട്ടരും പിശാചിന്റെ അടിമകളാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം യഹൂദൻ പലസ്തീനികളെ നശിപ്പിച്ചാൽ അത് നല്ലതാണ്, അത് ദൈവഹിതമാണ്. എന്നാൽ പലസ്തീനി അങ്ങോട്ട് കയറി അടിച്ചാൽ ആ ദൈവം അവനെ ശപിക്കും എന്ന് പറയുന്ന ആ ദൈവത്തെ എനിക്ക് വേണ്ട. അങ്ങനൊരു ദൈവത്തെ ഞാൻ അറിയുന്നില്ല. ആ ദൈവത്തെ കണ്ടുപിടിച്ചത് യഹൂദൻ്റെ തലച്ചോറാണ്. അത് ദൈവത്തിൻ്റെ തോളിൽ കൊണ്ട് വെക്കരുത് എന്നൊരു വലിയ അഭിപ്രായം എനിക്കുണ്ട്. ഈ ഒരു ശപിക്കപ്പെട്ട പ്രവണത വിശ്വാസികളിൽ എക്കാലത്തും സ്ഥിതി ചെയ്യും എന്നത് നിങ്ങൾ പ്രത്യേകം തിരിച്ചറിയണം എന്നുദ്ദേശിച്ചിട്ടാണ് യേശു ഇവിടെ പറയുന്നത്. യോഹന്നാൻ സ്നാപകന്റെ കാലം തൊട്ട് ദൈവരാജ്യം ഈ ഭൂമിയിൽ ബലാത്സംഗത്തിന് ഇരയായി തീർന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ്? യോഹന്നാന്റെ കാലം തൊട്ട്. യോഹന്നാൻ വരുന്നതിന് മുൻപ് യഹൂദന് ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് പോലും അറിഞ്ഞുകൂടാ. വാസ്തവത്തിൽ യോഹന്നാന്റെ കാലഘട്ടത്തിൽ ഇത് ശരിക്കും അറിഞ്ഞുകൂടാ. കാരണം അതിൻ്റെ ആദ്യഘട്ടമാണ്. നേരിയ ഒരു 5 മണിക്ക് അല്ലെ 5:30 നമ്മൾ എഴുന്നേറ്റ് വെളിയിൽ നോക്കുമ്പോൾ നേരിയ വെളിച്ചം കാണത്തില്ലേ പ്രഭാതത്തിൽ. അതുപോലെ ദൈവരാജ്യത്തിന്റെ നേരിയ പ്രഭാതത്തിന്റെ പേരാണ് സ്നാപക യോഹന്നാൻ എന്നത്. അത് കത്തിജ്വലിക്കുന്ന ഒരു സൂര്യനായി ഈ ലോകത്തെ മുഴുവനും ദീപ്തമാക്കിയ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ കൂടെയാണെന്ന് നമുക്കറിയാം. എന്നാൽ അതിന്റെ ആരംഭം തൊട്ടേ ദൈവരാജ്യം എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ വിശ്വാസികളുടെ ബലാത്സംഗത്തിന് ഇരയായിക്കൊണ്ടേയിരിക്കും, ഇതിന് അന്തമില്ല എന്നാണ് യേശു പറയുന്നത്. അപ്പോൾ നാം ദൈവരാജ്യത്തെ ബലാത്സംഗം ചെയ്യുന്നവരാണോ അല്ലയോ എന്നെനിക്കൊരു ഉത്തരവുണ്ടാകും. എന്താണ്? എൻ്റെ ഇംഗിതത്തിനും താല്പര്യമനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു ദൈവം, ആ ദൈവം ആധിപത്യം നടത്തുന്നു എന്ന് നാം പറയുന്ന ഒരു വ്യവസ്ഥിതി, അത് മാത്രമാണ് ഈ ലോകത്തിൽ ആത്മീയത എന്ന് പറയുന്നവൻ ദൈവരാജ്യത്തെ ബലാത്സംഗം ചെയ്യുന്നവനാണ്. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയോ നിങ്ങൾ അല്പം ശ്രദ്ധയോടുകൂടെ 4 സുവിശേഷങ്ങൾ വായിക്കുമെങ്കിൽ ദൈവത്തെ മനുഷ്യർ ബലാത്സംഗം ചെയ്യുന്ന ഈ ദുഷ്കർമ്മത്തിനെതിരെയുള്ള നിരന്തരമായ ആത്മീകമായ സമരമായിരുന്നു. ഉദാഹരണം നിങ്ങൾക്ക് അനേക ഉദാഹരണങ്ങൾ പെട്ടെന്ന് പറയാൻ കഴിയും. അപ്പോൾ യഹൂദൻ ദൈവത്തിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായും നശിപ്പിച്ചിരുന്നു. എങ്ങനെയാണ്? ശമര്യക്കാരുടെ നാട്ടിലേക്ക് നിങ്ങൾ കാലുകുത്തരുത്, കാരണം അവിടെ ദൈവമില്ല. ദൈവം എവിടെയാണ്? യഹൂദന്റെ നാട്ടിൽ മാത്രമാണ്. അങ്ങ് ദൂരെയോ ദൈവമില്ല. അവിടെ ഉള്ളത് കള്ളദൈവമാണ്. അപ്പൊ ഈ ഭൂമിയുടെ ഇട്ടാവട്ടം മാത്രമാണ് ദൈവം സൃഷ്ടിച്ചത്. യഹൂദന്റെ തന്നെ
വേദപുസ്തകത്തിൽ തോര എന്ന് പറയും. ഈ ഭൂമിയും അണ്ടകടാഹങ്ങളും എല്ലാം സൃഷ്ടിച്ച ദൈവമാണെന്ന് പറയുന്നു. ആ ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് പറയുന്നു. പക്ഷെ കാര്യം വരുമ്പോൾ ദൈവം സൃഷ്ടിച്ചത് ഞങ്ങളുടെ ഇട്ടാവട്ടം മാത്രമാണെന്ന് പറയുന്നതിന് അപ്പുറത്ത് ദൈവത്തിന് കാല് കുത്താൻ ഇടവില്ല. അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയാൽ നിങ്ങൾ ദൈവത്തിൻ്റെ കോപം വിളിച്ചു വരുത്തും എന്നൊക്കെ പറയും. അത് ദൈവത്തെ ബലാത്സംഗം ചെയ്തതിന് തുല്യമല്ലയോ? നമ്മുടെ ഓരോരുത്തരുടെയും വളരെ സങ്കുചിതമായ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമേ ദൈവം പ്രവർത്തിക്കുകയുള്ളൂ എന്ന് നമ്മൾ നിർബന്ധിക്കുമ്പോൾ, ദൈവം അങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ കാത്തിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തെ ഹേമിക്കുമ്പോൾ, മുട്ടിപ്പായി പ്രാർത്ഥിക്കുമ്പോൾ, എല്ലാറ്റിനും മേലെ മറുഭാഷ എന്ന് പറയുന്ന ഒലക്ക കൊണ്ട് ദൈവത്തിൻ്റെ മുഖത്തടിക്കുമ്പോൾ നാം ചെയ്യുന്ന പരിപാടിയുടെ പേരെന്താണ്? ഇത് ദൈവത്തെ ബലാത്സംഗം ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? നാം ദൈവത്തോട് എപ്രകാരമുള്ള ബന്ധമാണ് പുലർത്തേണ്ടതെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അന്വേഷിപ്പീൻ, കണ്ടെത്തും. എന്താണ്? നിങ്ങളെ പറ്റിയുള്ള ദൈവഹിതം എന്താണെന്ന് നിങ്ങൾ അന്വേഷിപ്പീൻ. അന്വേഷണ ബുദ്ധി ഇല്ലാതൊരു പുരുഷൻ സ്ത്രീയോട് നടത്തുന്ന ആ മാമാങ്കത്തിന്റെ പേരാണ് ഈ ബലാത്സംഗം എന്നുള്ളത്. ആ സ്ത്രീ ആരാണെന്നും അവളുടെ അവസ്ഥ എന്താണെന്നും അവൾ വെച്ചുകൊള്ളുന്ന സങ്കല്പങ്ങൾ എന്താണെന്നും അവളുടെ പുറകിൽ വർത്തിക്കുന്ന കുടുംബപരമായ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്നും അവളെ പോറ്റി വളർത്തിയ ഒരു മാതാപിതാക്കൾ ഉണ്ടെന്നും അവളെ സ്നേഹിക്കുന്ന സഹോദരങ്ങൾ ഉണ്ടെന്നും അല്പം മനസ്സിൽ കൂടെ ഒരു ചിന്തയുടെ ശകലം കടത്തിവിടുന്നൊരു പുരുഷന് അവളെ ബലാത്സംഗം ചെയ്യാൻ സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. അപ്പൊ അതുപോലെയാണ് നാം ദൈവത്തോട് ബന്ധപ്പെടുത്തുന്നത്. യാതൊരു വിധത്തിലും ചിന്തിക്കാതെ, ദൈവത്തിന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാതെ, ദൈവം തൻ്റെ വ്യക്തിത്വത്തെ ചരിത്രത്തിൽ കൂടെ എപ്രകാരമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്, യേശുവിൽ കൂടെ എപ്രകാരമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്, ഇപ്പോഴും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് അല്പം പോലും ചിന്തിക്കാതെ, എൻ്റെ സൗകര്യത്തിനും താല്പര്യത്തിനും സങ്കുചിതമായ ചില അജണ്ടകൾക്കും എന്താണ് പറയുന്നത്, വിടുവേല ചെയ്യുന്ന ഒരു നികൃഷ്ടമായ വ്യക്തിയായിട്ട് മാത്രം ദൈവത്തെ കണ്ട് എൻ്റെ സൗകര്യത്തിന് വളച്ചൊടിച്ച് ദുരുപയോഗം ചെയ്യാൻ എനിക്ക് അവകാശമുണ്ട്, കാരണം ഞാൻ വിശ്വാസിയാണെന്ന് പറഞ്ഞു നടക്കുന്ന ഈ അക്രമത്തിൻ്റെ സ്വഭാവമാണ് യേശു വെളിപ്പെടുത്തുന്നത്. നിങ്ങൾ ദൈവത്തെ ബലാത്സംഗം ചെയ്യുന്നവരാണ് എന്ന് വിശ്വാസികൾ മനസ്സിലാക്കണം. മറ്റാർക്കും ഈ പ്രശ്നമില്ല, മറ്റാർക്കും ഈ വലിയ അപരാധം ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് യേശു പറയുന്നത്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടുപോകുന്നു. ആരോടാണ് പറയുന്നത്? വിശ്വാസികളോടാണ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 21, 22, 23 വാക്യങ്ങൾ നിങ്ങൾ വായിപ്പീൻ. ആ കാലത്ത് അനേകർ എന്നോട് പറയും, കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, ഞങ്ങൾ കുരുടർക്ക് കാഴ്ച കൊടുത്തു, ഞങ്ങൾ കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, ഞങ്ങൾ പ്രവചിച്ചു, ഞങ്ങൾ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവരോട് പറയും, അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടുപോകും. അവരെന്ത് അധർമ്മമാണ് പ്രവർത്തിച്ചതെന്ന് അറിയാമോ? അവർ ദൈവത്തെയും ദൈവരാജ്യത്തെയും ബലാത്സംഗം ചെയ്തു എന്ന അധർമ്മമാണ് അവർ പ്രവർത്തിച്ചത്. ആ അധർമ്മം നാം ഇന്ന് വളരെ ഭക്തിയാണെന്ന് പറഞ്ഞ് നടത്തുകയാണ്. ഉദാഹരണമായിട്ട് എൻ്റെ ജീവിതത്തിൽ പലതവണ മാതാപിതാക്കന്മാർ പരീക്ഷ എഴുതാൻ പോകുന്നാലും മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, അവരെ അനുഗ്രഹിച്ചു വിടണം എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നോട് കോപം വന്നാലും ഇല്ലെങ്കിലും ഞാൻ ഒരിക്കലും അത് ചെയ്തിട്ടില്ല. ഞാൻ അവരോട് പറയും, ഞാൻ എന്ത് പ്രാർത്ഥിക്കണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മകനോ മകൾക്കോ കൂടുതൽ മാർക്ക് കിട്ടണമെന്നല്ലേ? നിന്റെ മകനോ മകളോ അധ്വാനിക്കാതെ അവരർഹിക്കാത്ത മാർക്ക് ദൈവം കൊടുക്കണമെന്ന് ഞാൻ പറയണമെങ്കിൽ ദൈവത്തെ പറ്റിയുള്ള എൻ്റെ ബോധ്യം, എൻ്റെ സങ്കല്പം എന്തായിരിക്കണം? അല്പം പോലും ധർമ്മബോധമില്ലാതെ, നീതിബോധമില്ലാതെ, മറ്റ് നന്നായി അധ്വാനിച്ച കുട്ടികളിൽ നിന്ന് അവിടെ മുൻപിൽ ചാടുവാൻ, തവള പോലെ എൻ്റെ മകൻ അവിടെ മുൻപിൽ ചാടണം, അതിനുള്ള കഴിവായിട്ട് ദൈവത്തെ ഒന്ന് മെരുക്കിത്തരണം എന്നല്ലേ നിങ്ങൾ എന്നോട് പറയുന്നു. അത് എനിക്ക് സ്വീകാര്യമല്ല. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല. അതുകൊണ്ട് പലർക്കും എന്നെപ്പറ്റി വലിയ പരാതിയാണ്. ദൈവത്തെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി, കാര്യസാധ്യത്തിന് വേണ്ടി ബലാത്സംഗം ചെയ്യണം എന്ന
ഈ ഒരു താല്പര്യത്തിന്റെ പേരാണ് ഭക്തി എന്ന് പൊതുവായി. അതുകൊണ്ട് ഭക്തി അത് മാത്രമാണെന്നല്ല ഞാൻ പറയുന്നത്. അല്ലാതെ ഭക്തി, യഥാർത്ഥത്തിലുള്ള ഭക്തിയുള്ളവരുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളുടെയും ഭക്തി, ദൈവത്തോടുള്ള താല്പര്യം, അങ്ങ് ചേർന്ന് നിൽക്കാനുള്ള ഈ ഒരു വാഞ്ച, ഇത് മുഴുവനും ദൈവത്തെ ബലാത്സംഗം ചെയ്യാനാണെന്ന് യേശുവിൻ്റെ വാക്കുകൾ മാത്രം ഉപയോഗിച്ച് ഞാൻ പറയുകയാണ്. ഒരു പുരുഷന് സ്ത്രീയെ ബലാത്സംഗം ചെയ്യണമെങ്കിൽ അവർ അടുത്ത് വരണ്ടേ? ദൂരെ നിന്ന് ബലാത്സംഗം ചെയ്യണം? ഇപ്പൊ ഇമെയിൽ വഴി അല്ലെ SMS വഴി ബലാത്സംഗം ചെയ്യണം? ഇല്ലല്ലോ, അടുത്ത് വന്നെങ്കിൽ. അപ്പൊ ദൈവത്തോട് അടുത്ത് വരാൻ വേണ്ട താല്പര്യമുള്ളവരുണ്ട്. കാത്തിരുന്ന് പ്രാർത്ഥിക്കുക, മുട്ടിപ്പായി പ്രാർത്ഥിക്കുക, മാറത്തടിച്ച് പ്രാർത്ഥിക്കുക, മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുക. ഇതൊക്കെ എന്താണ്? ദൈവത്തോട് അടുത്ത് വരാൻ. അടുത്ത് വന്നാൽ എന്താണ്? എൻ്റെ താല്പര്യമനുസരിച്ച് ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും, അർഹിക്കുന്നതാണെങ്കിലും അർഹിക്കാത്തതാണെങ്കിലും ദൈവം അത് സാധിച്ചു തരും. അതിൻ്റെ പേര് യേശു പറയും, നിങ്ങൾ ദൈവത്തെ ബലാത്സംഗം ചെയ്യുക എന്നത് തന്നെയാണ്. നമ്മൾ ആരെങ്കിലും നമ്മുടെ ഇംഗിതത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ഒരു ദൈവത്തെ ഒരു 10 മിനിറ്റ് സഹിക്കുമോ? ഇതെൻ്റെ അനുഭവത്തിൽ കൂടെ പറയാം. ഞാനിത് മുമ്പ് ഒന്ന് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പല ആളുകളും ഉപദേശം തേടി എൻ്റെ അടുത്ത് വരാറുണ്ടായിരുന്നു. ഇപ്പോൾ വരാറില്ല. കാരണം ഞാനൊരു ഗുണദോഷിയാണ്, ഒരു ഗുണമില്ലാത്തവനാണെന്ന് അവർക്കറിയാം. എന്നാൽ അവരെന്തിനാണ് ഉപദേശം തേടി വരുന്നത്? ഞങ്ങൾ ഇന്ന ഒരു വീട്ടിൽ ഇങ്ങനൊരു അവസ്ഥയിലാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു വരും. പക്ഷെ ചോദിച്ചു വരുന്നത് എന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു അഭിപ്രായം കേട്ടിട്ട് അവരുടെ നിലപാടിൽ എന്തെങ്കിലും തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ തിരുത്തൽ നടത്തുവാനല്ല. അവരെടുത്തിരിക്കുന്ന നിലപാട് തന്നെയാണ് ശരിയെന്ന് ഞാൻ കൂടെ പറഞ്ഞ് അവർക്കൊരു ആശ്വാസം പകർന്നു കൊടുക്കണം. ഈ താല്പര്യത്തിലല്ലാതെ നാളിതുവരെ ഒരൊറ്റ വ്യക്തി പോലും എന്നെ സമീപിച്ചിട്ടില്ല. അപ്പോൾ അവരും എൻ്റെ അടുത്ത് വരുന്നത് ആത്മീയമായി എന്നെ ബലാത്സംഗം ചെയ്യാൻ തന്നെയാണ്. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക. നാം ദൈവത്തോട് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുന്നതുകൊണ്ട് വലിയ കാര്യമാണെന്ന് അവർ പറയുന്നത്. യേശു പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കരുത് എന്നാണ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ മനസ്സിലാകും. നിങ്ങൾ ദയവായി പ്രാർത്ഥിക്കരുത്, പ്രത്യേകിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കരുത് എന്നാണ് അവിടെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? എന്ത് ഉദ്ദേശത്തോടാണ് പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തെ നിങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി വളച്ചൊടിക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ കൂടെ നിങ്ങൾ ആത്മീയമായി ദൈവത്തെ ബലാത്സംഗം ചെയ്യുകയാണെന്നാണ് യേശു പറയുന്നത്. എൻ്റെ ആശയമല്ല ഇത്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ദൈവത്തിന് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് കേൾക്കാനുള്ള സ്വാതന്ത്ര്യം, അതിനുള്ള സാവകാശം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, നിനക്ക് എന്നോട് പറയാനുള്ളത് എന്താണ്? ഇന്ന് നിന്റെ ഹിതം ഞാൻ നിർവഹിക്കേണ്ടത് എന്താണ്? അത് നിർവഹിക്കാനുള്ള അറിവും തിരിച്ചറിവും കൃപയും എനിക്ക് നൽകണമേ എന്നാരും പ്രാർത്ഥിക്കാൻ ഇല്ല. നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഷോപ്പിംഗ് ലിസ്റ്റാണ്. ആ ഷോപ്പിംഗ് ലിസ്റ്റ് അവതരിക്കുന്നതോ വാലിൽ തീ പിടിക്കുന്നത് പോലെ, റോക്കറ്റ് പായുന്നത് പോലെയാണ്. അതിനിടയിൽ ദൈവത്തിനൊരു വാക്ക് സംസാരിക്കാൻ നാം അവസരം കൊടുക്കും. ഇപ്പോൾ കൺവെൻഷനൊക്കെ പ്രസംഗിക്കുന്ന ആളുടെ പ്രസംഗം കേട്ടാൽ അവർക്ക് അവിടെ ഇല്ലാത്ത പോലെ തീ പിടിച്ചെന്ന് നമുക്ക് തോന്നത്തുള്ളൂ. അങ്ങ് പ്രാർത്ഥിച്ച് കത്തി കയറുകയാണ്. അവരൊക്കെ പ്രാർത്ഥനാ വിദഗ്ധന്മാരെന്നാണ്, മല്ലന്മാരെന്നാണ് അവരെ പറ്റി പറയുന്നത്. അത് പ്രാർത്ഥനയെ ബലാത്സംഗം ചെയ്യുന്ന പരിപാടിയാണെന്ന് നാം തിരിച്ചറിയേണ്ട കാലം വളരെ വൈകിയിരിക്കുന്നു. പിന്നെ എല്ലാറ്റിനും ഉപരിയായി ക്രിസ്ത്യാനി വളരെയധികം അള്ളിപ്പിടിക്കുന്ന വേറൊരു കാര്യം എന്താ? കൃപ 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 കൃപ. എന്താണ് കൃപ? അവർ കൃപയ്ക്ക് നമുക്കൊരു വിവക്ഷയുണ്ട്. എന്താണ്? നമ്മൾ അർഹിക്കാത്ത കാര്യങ്ങൾ ദൈവം നമുക്ക് ഉദാരമായി നൽകുന്നതിൻ്റെ പേരാണ് കൃപ. അതുകൊണ്ടാണ് എൻ്റെ മകൻ പരീക്ഷ എഴുതുമ്പോൾ അവന് ദൈവകൃപ ലഭിക്കേണ്ടതിന് ദൈവദാസൻ വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, മാതാവേ, പിതാവേ, ഇതല്ല കൃപ. കൃപ എന്ന് പറയുന്നത് ദൈവത്തെ ബലാത്സംഗം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. കൃപ എന്നത് ദൈവഹിതം തിരിച്ചറിഞ്ഞ് അത് നിർവഹിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഏത് പ്രതികൂല സാഹചര്യത്തിലും ഇതിൽ നിന്ന് വിട്ടുപോകാതെ ഈ ദൗത്യം ഞാൻ നിർവഹിക്കും എന്ന പ്രതിഷ്ഠയിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, കൊടുങ്കാറ്റ്, അവിടെ നിങ്ങൾ പതറിപ്പോകാതെ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തോളം നിങ്ങളുടെ കൂടെ വസിക്കുന്ന
ദൈവത്തിൻ്റെ കരുതലും ആ സാമീപ്യവും, അതിൻ്റെ പേരാണ് കൃപയെന്നുള്ളത്. നിങ്ങൾ അർഹിക്കാത്ത നിങ്ങളുടെ അതിമോഹത്തിൻ്റെ സംഗതികളെ നിങ്ങൾ അതിനുവേണ്ടി അല്പം പോലും അധ്വാനിക്കാതെ ലോട്ടറി അടിക്കുന്നത് പോലെ നിങ്ങളുടെ കാര്യങ്ങൾ നടത്തിത്തരുന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. കൃപയെന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ നികൃഷ്ടരാണ്, നിങ്ങൾ അന്ധകാരത്തിൻ്റെ ആത്മാക്കളാണ്. പക്ഷേ അങ്ങനെയുള്ള ആശയങ്ങൾക്ക് മാത്രമേ ഇപ്പോൾ വിപണിയുള്ളൂ, മാർക്കറ്റുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിറ്റ് നടക്കുന്നവരുടെ പുറകെ കാലുപിടിച്ച് നടക്കുന്നവരാണ്. അവർ മുഴുവനും ദൈവരാജ്യത്തെ ബലാത്സംഗം ചെയ്യുന്നവരാണ്, സ്ത്രീയാണെങ്കിലും പുരുഷനും. പിന്നെ അവരെ ഇങ്ങനെയുള്ള അന്ധവിശ്വാസത്തിൽ വഴി നടത്തിക്കൊണ്ട് പോകുന്ന പുരോഹിത വർഗമുണ്ട്. അവർ നമ്പർ 1 ബലാത്സംഗികളാണ്, ആത്മീക ബലാത്സംഗികളാണ് എന്ന് ജനം എപ്പോൾ തിരിച്ചറിയുന്നു, അപ്പോൾ അവർ വിടുതലിൻ്റെ ദിശയിലേക്ക് മുഖം തിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് വിശ്വാസികളായ നാം ദൈവരാജ്യത്തെ ബലാത്സംഗം ചെയ്യുന്നുണ്ടോ? ഉണ്ട്. അത് നിർത്തണമോ? നിർത്തണം. നിർത്തിയേ മതിയാകുകയുള്ളൂ. ദയവായി ചിന്തിക്കുക, ബോധ്യപ്പെട്ടാൽ കൈക്കൊള്ളുക. നമസ്കാരം.